ശാലം ടി വി പ്രേക്ഷകർക്ക് സർഗോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ ഞങ്ങൾ SB ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. ലെറ്റ്സ് സെലിബ്രേറ്റ് ആൻഡ് എൻജോയ്. കേരളത്തിലെ സുറിയാനി കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വർഷമാണ്. കേരളത്തിലെ സുറിയാനി സഭ സ്വന്തമായ വ്യക്തിത്വത്തിൽ വളർന്നു വന്ന ഒരു സഭയാണ്. എന്നാൽ ഇടയ്ക്കുണ്ടായ വിദേശ മേൽക്കോയ്മയുടെ ഫലമായി അതിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യം വീണ്ടും കിട്ടണമെന്നുള്ള നിരന്തരമായ അഭ്യർത്ഥനയെ സംബന്ധിച്ച് പ്രതികരണമായിട്ടാണ് 1887 കേരളത്തിലെ സുറിയാനി കത്തോലിക്കരെ പെരിയാർ അതിർത്തി വെച്ച് കോട്ടയം, തൃശ്ശൂർ എന്ന 2 വികാരിയാത്തുകളിൽ ഉൾക്കൊള്ളിച്ചത്. അതിൽ കോട്ടയം വികാരിയാത്തിൻ്റെ വികാരി അപ്പസ്തോലിക്ക ആയി നിയമിതനായത് ഫ്രാൻസിൽ നിന്ന് വന്ന ഡോക്ടർ ചാൾസ് ലെവീഞ്ഞ് പിതാവാണ്. ഈശോ സഭക്കാരനായ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള വലിയ താല്പര്യം ഈ സഭയിലുണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തെ നിയമിച്ചാക്കിയ 13-ാം ലയോ മാർപ്പാപ്പ ഇവിടെ സുറിയാനി ക്രൈസ്തവർക്ക് വേണ്ടി ഒരു നാഷണൽ കോളേജ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശവുമായിട്ടാണ് പറഞ്ഞു വിട്ടത്. അദ്ദേഹം അത് വന്നിറങ്ങിയ ഉടനെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസത്തെ, ഇവിടുത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായിട്ട് പഠിച്ച ശേഷം അദ്ദേഹം ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. സെൻറ്റ് ബർക്ക്മാൻസ് കോളേജ് ഹൈസ്കൂൾ എന്ന നാമത്തിൽ 1891 അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സെയിൻറ്റ് ബർക്ക്മാൻസിൻ്റെ പേരിൽ സ്ഥാപിക്കുകയുണ്ടായി. അന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തീർത്തും പരിമിതമായിരുന്നു. കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാർ നടത്തിയിരുന്ന CMS സ്കൂൾ പോലെയുള്ള സ്കൂളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ശരിയായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തീരെ ലഭ്യമില്ലാതിരുന്ന ഒരവസരത്തിൽ, അതും അയിത്തവും മറ്റും നിലനിരുന്ന ഒരു കാലഘട്ടത്തിൽ സെൻറ്റ് ബർക്ക്മാൻസ് കോളേജ് ഹൈസ്കൂൾ നാനാജാതി മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതുകൊണ്ട് ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ് ഈ ഹൈസ്കൂളിൻ്റെ സ്ഥാപനം. അതൊരു കോളേജായിട്ട് വളർത്തണമെന്നുള്ള അദ്ദേഹത്തിൻ്റെയും മാർപ്പാപ്പായുടെയും താല്പര്യം പൂർത്തീകരിക്കാനായിട്ട് ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 1922 സെൻറ്റ് ബർക്ക്മാൻസ് കോളേജ്, ഈ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് സെൻറ്റ് ബർക്ക്മാൻസ് കോളേജ് സ്ഥാപിച്ചപ്പോഴാണ് ആശ്രമം പൂർത്തീകരിച്ചത്. സംഗീതം ആനന്ദകരമാണ്. അതിൽ ദൈവിക സാന്നിധ്യമുണ്ട്. കാതുകൾക്ക് കുളിർമയേകുന്ന, നോവിൻ്റെ മുറിവുകളെ ഉണക്കുന്ന അതിമധുര സംഗീതം. ഇതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു SB ചുണക്കുട്ടന്മാരെ. ദ ലിറിക്സ് ബൈ സിറിൽ മാത്യു ആൻഡ് ദി മ്യൂസിക് ബൈ ആൻ്റണി PJ ഫാത്തിമാപുരം.
ജനതതിയേ ഓർക്കുക നാമമുന്നതം പാടുക ദിവ്യകീർത്തനം മധുരിത ദിവ്യകീർത്തനം പാരിലെ ജനതതിയേ ഓർക്കുക നാമമുന്നതം സസ്യജാലങ്ങളെ സ്തുതി പാടുവിൻ ജീവജാലങ്ങളെ സ്തുതി പാടുവിൻ സാമോദഗാനങ്ങൾ പാടാം സാമോദഗാനങ്ങൾ പാടാം സ്തുതിഗീതം എന്നും പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം ആ സ്തുതിഗീതം എന്നും പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം പെയ്യുന്ന താരങ്ങളെ വെളിച്ചം പകരും ഗോളങ്ങളെ പൂനില പെയ്യുന്ന താരങ്ങളെ വെളിച്ചം പകരും ഗോളങ്ങളെ വാനങ്ങൾ തന്നുടെ സീമകളെ ദൈവസ്നേഹം പാടാൻ വരൂ വാനങ്ങൾ തന്നുടെ സീമകളെ ദൈവസ്നേഹം പാടാൻ വരൂ സ്തുതിഗീതം എന്നും പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം ആ സ്തുതിഗീതം എന്നും പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം ഇരമ്പുമാഴികളെ ചെറുചിരി മുഴക്കും മരുവികളെ അലകൾ ഇരമ്പുമാഴികളെ ചെറുചിരി മുഴക്കും മരുവികളെ മേലോട്ടു പൊന്തും ജ്വാലകളെ ദൈവസ്നേഹം പാടാൻ വരൂ മേലോട്ടു പൊന്തും ജ്വാലകളെ ദൈവസ്നേഹം പാടാൻ വരൂ സ്തുതിഗീതം എന്നും പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം ആ സ്തുതിഗീതം എന്നും പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം പാരിലെ ജനതതിയേ ഓർക്കുക നാമമുന്നതം പാടുക ദിവ്യകീർത്തനം മധുരിത ദിവ്യകീർത്തനം സസ്യജാലങ്ങളെ സ്തുതി പാടുവിൻ ജീവജാലങ്ങളെ സ്തുതി പാടുവിൻ സാമോദഗാനങ്ങൾ പാടാം സാമോദഗാനങ്ങൾ പാടാം സ്തുതിഗീതം എന്നും പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം ആ സ്തുതിഗീതം എന്നും പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം പരിമിതമായ സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നതിന് ശേഷം പിന്നീട് വന്ന രക്ഷാധികാരികൾ, പ്രഥമാധ്യാപകർ, മാനേജർമാർ എല്ലാവരുടെയും ശ്രമഫലമായിട്ട് സ്കൂൾ വളരെ വളർന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഇന്ന് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാലയമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ SLC പരീക്ഷയ്ക്കിരിക്കുന്ന ബഹുമതി
ഈ കാലം വരെ നിലനിർത്തുകയാണ്. ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള ഖ്യാതിയും അതിന് പ്രത്യേകമായിട്ടുണ്ട്. 2010-11 കാലഘട്ടത്തിൽ ഇത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കുകയുണ്ടായി. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ ഏറ്റവും മികച്ച വിദ്യാലയമെന്നും പല പ്രാവശ്യം ബഹുമതി നേടിയിട്ടുണ്ട്. ഈ വർഷവും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറ്റവും മികച്ച ഹൈസ്കൂളിനുള്ള അവാർഡ് ഈ സ്കൂള് നേടുകയുണ്ടായി. ഭൗതിക സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള കളിസ്ഥലങ്ങളുണ്ട്, എല്ലാ ലാബുകളുമുണ്ട്, എല്ലാ തരത്തിലുമുള്ള പരിസരങ്ങൾ യോജിച്ച രീതിയിലെല്ലാം അതിനെ ഒരുക്കിയെടുക്കാൻ ഓരോ വർഷവും ചെല്ലുന്തോറും ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിശ്രമിച്ചു വരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ടൊരു പൂർണ്ണതയെത്തിയ സൗകര്യങ്ങളുള്ള വിദ്യാലയമാണെന്നതിനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു ദൃശ്യകലയാണ് മാർഗംകളി. 500 വർഷത്തിലേറെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു കല. ഈ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജുവൽ ജെയിംസ് സംഘവും ഇതാ വേദിയിൽ. മേൽത്തോന്നും മേനിയും തൈ പിടിത്തതണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ തൈ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തൈ വഴി കൂറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തൈ അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തൈ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ തൈ മലമേൽ നിന്നു വേദ്യനമ്പു ചാർത്തി മാറി എന്ന പോൽ തൈ മയിൽ മലേറി നിന്ന നീല കാണവേണം പന്തലിൽ തൈ പട്ടുടൻ പണിപ്പുടവ പവിഴമുത്തു മാലയും തിഥി അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തിഥി അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തിഥി അലങ്കരിച്ച പന്തലിൽ വന്നെഴുൾ തരേണം താകൃതിയും തത്താത്ത മൃതത്തെ മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാല വക വേണ്ടും പണികൾ ഇന്ത്യത്ത മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാല വക വേണ്ടും പണികൾ ഇന്ത്യത്ത തത്തത്തകതത്തെ ഗൃഹതിത്തേതകതീത മഹിമയോടരിമകളെല്ലാം ചെയ്യും മനുവിവാദി ഇമ്പമൊടരുപികൾ തിരുമനസാലെ ഇയൽ വഴി തീത്തി തെയ്യന്തത്താതികുതി തെയ്യന്തത്താതിത്തൈതികുതൈ ഇതയിത്താതിത്താത് മൃതത്തെ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടയരജൻ തിരുമുൻപാകെ തക്കടകടതക തക്കടകടതക തക്കടകടതകതി തകത തകത തകതാതി തിക്കടകടതക തിക്കടകടതക തിക്കടകടതകതി തിഗിത തിഗിത തിഗിതാതി തക്കടകടതകതി തകതാതി തിക്കടകടതകതി
തികിതാതി തക്കിടകിടതക തിക്കിടകിടതക തക്കിട്ടെന്താ ഇന്തത്താകിടത ഇത് ഇന്തത്താകിട തക്കിടകിടതകതി വിഷമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാത്താതിത്താതി ഇവണ്ണം കെട്ടും കീഴയവരെ ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് ഇണ്ടൽ പേരുത്തു വിളിച്ചു ചോഴൻ തമ്പിയെ തമ്പി വാ അണയത്തെന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലലായി രാജനി വണ്ണം ചൊന്നാൽ എന്നുടെ തമ്പി നീ കേൾക്ക വേണം തരമിപ്പോൾ നമ്മുടെ വർഷകാലം പെട്ടപ്പോൾ പെട്ടിട്ടിൽ ആർക്കും മുമ്പേ നടുവാഴുന്ന നൃന്മാർക്കാർക്കും നാണക്കേടിതുപോലെ വന്നിട്ടില്ല നടിനി ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ ആകാശെ കൊണ്ടങ്ങു ചെന്ന നേരം ചോഴന്റെ പേർക്കില്ലം കുറിയിൽ കണ്ടു അമ്പോടെ മൂന്നിനും ഇമ്പം പോലെ അവോളം തരമുണ്ട് പെർത്തു ചൊൽവാൻ മനുഷ്യ ജാതിക്കകപ്പെടുന്നു എന്നെല്ലാം നന്നായി കണ്ടോരാത്മം തിത്തി തീത്തി മണിക്ക് കല്ലയ മാർഗം നാളിൽ തെളിയുന്നു മറ്റുള്ള നിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു ലോകവീതി നീളെ മാർഗ മെറിയേറ്റം വളരുന്നു ലൗകികങ്ങൾ നീളെ ചൊല്ലി പലരോട് ചേരുന്നു കണ്ടില്ലെന്ന് ചൊല്ലുന്നവരെ കണ്ടാൽ അധികം ചീറുന്നു കണ്ടു ചൊല്ലാനിഷ്ടമാരോടൊക്കെ ചീറുന്നു കാലത്തിൽ മർത്തമ്പാനും ദൈവകൃത്യാരുകാവിൽ ആ വഴിക്ക് പോവാനായി ചെന്നു കൊണ്ടവരുടെ നേരം കണ്ണി മാറി ഡൈലൊക്കെ കൂടിച്ചേർന്നവരൊരുപോലെ കരിരുളിൽ ലയ മഞ്ചം തെളിവാൽ ചൊല്ലുന്നു എന്ന നേരം മർത്തമാനം കോപിച്ചവരോട് ചൊല്ലുന്നു എന്ന നേരം മർത്തമാനം ചൊല്ലി മനസ്സില്ലെന്ന് എന്നതെന്നെ കുമ്പിടുകിൽ തീ വീണഴിയും കാവെല്ലാം കുമ്പിടുകയില്ല ഞാനും കാളിയോരെ ഒരു നാളും ദിനമേറി ഉള്ളവരും തീയോടേറ്റം തീണ്ടാതെ സിമ കൂടാതൊരോ കൂട്ടം ഓർത്തു കേട്ടു കോപിച്ചു തീയിൽ വീണു വീണ്ടും തീയിൽ വിഴ വേണ്ടവരൊക്കവേ തീയായി വേഗുന്നകാൻ ചാടി പെശ വേണ്ട മാർവത്ത് പൂണ്ടു നീണ്ട മൂർച്ചക്കോലും വാങ്ങി നിന്നങ്ങോങ്ങുമ്പോൾ ഭൂമിവാനം തേടിയോനെ കൺമാറായി മുമ്പാകെ തിത്തത്തകതത്തികതത്താം തികതകതകതത്തികതത്താം കർഗതിത്തത്താം കർഗതിന്തത്താം തിത്തത്തത്താതിത്താത് മൃതത്തേ മനഗുണമുടയവൻ അരുളാൽ വാനവർ മഹിമയോടെത്തിയണഞ്ഞുടനെ ഇതെത്തിത്തൈ മറുതല നെറികേടും അതിനൊരു തേരതിൽ മംഗലമായവർ പുകീച്ചെ ഇതെത്തിത്തെ കൈക്കൊണ്ടിവരൊരു ഞൊടി അളവാൽ ചെന്നറിയിച്ചവർ ചിനമാലക്കെ ഇതെത്തിത്തെ കരുണയൊടിതു വഴിച്ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ് ഇത് പരിചയ ഇതെത്തി നലമുട് പറവോ കിന്നരമഴകാൽ നന്ദുണിയാക്കൾ പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ നന്മവരും പക മലമൊഴിയർസു നന്നായി മലക്കോൾ പുലമ്പിയതെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ ഉടമ്പിൽ നിന്നുയിരെടുത്ത ആകാശേ ഉരിവനിരിപ്പിടം പുകീച്ചെ ഇത് തിത്തിത്തെ ഉടമയിൽ ഉടയവൻ ഉടമ്പെടുത്തഴകാൽ നന്മ നിറഞ്ഞൊരു പള്ളിയിലെ ഇത് തിത്തി വെച്ച് ധനം ഇത് മക്കളും വേണ്ടതിന്റെ മറുളു വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ മന്മന്റെ ഒഴിയ പെരേവലൊഴിവിടെ തുറമ്പട് തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ തിത്തത്തകത തികതത്താം തികതകതകതത്തികതത്താം കർഗതിത്തത്താം കർഗതിന്തത്താ തിത്തത്തത്താ തിത്താത് മൃതത്തേ ഇപ്പോൾ ഈ വിദ്യാലയം 2500-ലേറെ കുട്ടികളുള്ള ഒന്നായിട്ടാണ് നിലനിൽക്കുന്നത്. 3500 വരെ സ്ട്രെങ്ത് ഉയർന്നിട്ടുണ്ട് ഒരു കാലത്ത്. 2009-10 3500ഓളം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു. 1998 ഇതൊരു ഹയർ സെക്കൻഡറി ആയിട്ട് ഉയർത്തപ്പെട്ടത്. പല ക്ലാസ്സുകൾ ഇംഗ്ലീഷ് മീഡിയമാണ്. മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഇടകലർന്നുള്ള ഒരു പാഠ്യ പദ്ധതിയാണ് ഈ സ്കൂളിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ രക്ഷാധികാരി അഭിയന്യ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. ചങ്ങനാശ്ശേരി അതിരൂപത നേരിട്ട് നടത്തുന്ന എയ്ഡഡ് വിദ്യാലയമാണിത്. ഇവിടെ പഠിച്ചു പോയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ
പിതാക്കന്മാർ തന്നെ 9 പേരുണ്ടായിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ആൻ്റണി പടിയറ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എമരിറ്റസ് മാർ ജോസഫ് പാവൂത്തിൽ, സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങി 9 പിതാക്കന്മാർ ഈ വിദ്യാലയത്തിൽ പരിശീലനം നേടിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ്. മൂകാഭിനയം, കാൽവരിയിലെ ദൈവിക നിശബ്ദത, രക്ഷകൻ്റെ സഹന തീവ്രത, ഇന്നും മാച്ചിൽ കൊള്ളുന്ന ആത്മീയദാഹത്തിൻ്റെ അടങ്ങാത്ത നിലവിളി. ഇതിനായി ഞാൻ എൻ്റെ പ്രിയ കൂട്ടുകാരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണുന്നവരെ കീപ് വാച്ചിങ്.